എന്തായാലും ഡോക്ടർ സൗമ്യ അവിടെ എന്താണ് ഡോക്ടർ സാറിൻ്റെ പ്രചരണത്തിന് ഇറങ്ങാത്തത് എന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ സംശയങ്ങളൊക്കെ വെറുതെ അന്തരീക്ഷത്തിൽ കുറേ കാലം ഇങ്ങനെ നിന്നിരുന്നു. ഞാൻ അന്നും പറഞ്ഞ മറുപടിയുണ്ട്, എന്നും പറയുന്നൊരു മറുപടിയുണ്ട്. അപ്പം എന്തായാലും പ്രതിപക്ഷ നേതാവിനോട് നന്ദിയുണ്ട്. സൗമ്യ കള്ളിയാണെന്നും സരിൻ പെരുങ്കള്ളനാണ് എന്നൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു വസ്തുതയുമില്ലാതെ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യം വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ, അതൊരു പക്ഷേ ഇലക്ഷൻ എങ്ങനെയാണ്, ഇലക്ഷന് വോട്ട് ചേർക്കുന്ന പ്രക്രിയ എങ്ങനെയാണെന്ന് മുഴുവൻ മലയാളികൾക്കും ഒരു എഡിറ്റോറിയൽ പോലെ, ഒരു ട്യൂട്ടോറിയൽ പോലെ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് വലിയ നന്ദി പറയുകയാണ് തുടക്കത്തിലെ. ഇത് കഴിഞ്ഞ ശേഷം ഞാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയും കൂടി ചെയ്യുകയാണ്. എൻ്റെ വീടിൻ്റെ ആതിഥ്യം സ്വീകരിക്കാൻ ഇവിടേക്ക് വരാം. വീട്ട് നമ്പർ 27/474 കൃഷ്ണ ചിന്താനഗർ കാടാംകോട് 27-ാം വാർഡിലെ 474-ാം വീടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ബോധ്യം വരുമെങ്കിൽ അങ്ങനെയല്ല, ഇനി താങ്കൾ ഉപദേശിക്കുന്നവരുടെ വാക്കുകൾ കേട്ട് താങ്കൾ ഇനിയും അസത്യങ്ങളാണ് വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരു പക്ഷേ ഞാൻ മറുപടി പറയുന്നതിനേക്കാൾ കൂടുതൽ ഡോക്ടർ സൗമ്യ അതിന് മറുപടി പറയുകയും, കാരണം ഞാൻ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ തിരക്കിലും കൂടിയാണ്. സൗമ്യ ഇലക്ഷൻ പ്രചരണത്തിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വരണമെന്ന് മാത്രം വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ നിശബ്ദ പ്രചരണത്തിൻ്റെ അന്ന്. ഇന്നലെ വസ്തുതയ്ക്ക് നിരക്കാത്ത കുറേ പ്രസ്താവനകൾ പടച്ചു വിടുന്ന സമയത്ത് ഒരു ഫ്ലൈറ്റ് പിടിച്ചു വരാൻ സൗമ്യയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നും അത് സൗമ്യയുടെ ഭാഗം, ഡോക്ടർ സൗമ്യയുടെ ഭാഗം എങ്ങനെ വ്യക്തമാക്കി തന്നെ പറയണമെന്നുള്ളതിൻ്റെ കൃത്യം ബോധ്യത്തിലാണ് സൗമ്യ വന്നിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഇതാണ് എൻ്റെ വീട്. നിങ്ങളെല്ലാവരും എന്നെ വന്ന് കണ്ടിരിക്കുന്ന വീട് ഇവിടുന്ന് ഒരു 250 മീറ്റർ അപ്പുറത്താണ്. അന്നും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ സ്വന്തം വീട്ടിൽ താഴത്തെ നിലയിൽ ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് എന്ന് വിളിക്കാവുന്ന ഒരു ഡോക്ടറും അവരുടെ ഹസ്ബൻഡും താമസിക്കുന്നുണ്ട്. അവർ അവിടെ താഴത്തെ നിലയിൽ താമസം തുടരുകയാണ് എന്നുള്ളത് കൊണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. വയസ്സായ അമ്മമാരുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് താമസം മാറിയത് പോലും. ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ എന്നെ കാണാനും അല്ലാതെയുമൊക്കെ വരാൻ സാധ്യതയുള്ളവരുടെ ഒരു ബുദ്ധിമുട്ട് എന്നെ ഹരിയേട്ടനും കുടുംബവും അറിയിച്ചിരുന്നു. അവരിതാ ഈ മാസം റിട്ടയർ ആവാണ് ഡോക്ടർ മീന. അവരെ ഈ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറ്റി പൂർണ്ണമായും ഇവിടെ താമസിക്കേണ്ട ഒരു സാഹചര്യമൊന്നും എനിക്ക് ഇല്ലാത്തത് കൊണ്ടുകൂടി തന്നെയാണ് ഞാൻ മറ്റൊരിടം തേടി ഒരു 200 മീറ്റർ അപ്പുറം താമസിച്ചു തുടങ്ങിയതും നിങ്ങളെല്ലാവരും എന്നെ അവിടെ കണ്ടു തുടങ്ങിയതും. ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് ധരിച്ചു വെച്ചത് അതാണ് എൻ്റെ വീട് എന്നും അവിടെ ഞാൻ താമസം തുടങ്ങിയിട്ട് 2 മാസമോ 3 മാസമേ ആയിട്ടുള്ളൂ എന്നുള്ളതുമാണെങ്കിൽ ഇവിടെ ഞാൻ താമസിച്ചിരുന്ന കാലയളവ് എത്രയാണെന്ന് അദ്ദേഹത്തിന് വന്ന് ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞ് ബോധ്യപ്പെടുകയോ ഒക്കെ ചെയ്യാം. ഈ വീട് വാങ്ങിയിട്ട് 7 വർഷത്തിലേറെയായോ? 2018 സൗമ്യയുടെ സമ്പാദ്യവും എൻ്റെ കുറച്ച് നീക്കിയിരിപ്പും വെച്ചാണ് ഈ വീട് വാങ്ങുന്നത്. അതിനുശേഷം ഇപ്പോഴത്തെ വാടകയിലുള്ള ഹരിയേട്ടനും കുടുംബവും ഡോക്ടർ മീനയും ഇവിടെ 2020 ഡിസംബർ മുതലോ മറ്റെയാണ് തോന്നുന്നു അവർക്ക് നമ്മൾ താഴത്തെ ഭാഗം റെൻ്റ് ചെയ്ത് കൊടുത്തത്. ഇനി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഈ വീടിൻ്റെ പേരിൽ ഞാനൊരു വോട്ടർ ഐ.ഡിക്ക് അപേക്ഷിച്ചത് എങ്ങനെയാണ് തെറ്റാവുക എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനും സൗമ്യയും ഈ വീടിൻ്റെ പേരിൽ 2018 മുതൽ ഞങ്ങളുടെ കൈവശമുള്ള കാശ് കൊടുത്ത് വാങ്ങിയതിൻ്റെ ആധാരവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. സൗമ്യ അതൊക്കെ കാണിക്കും, എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. അപ്പോൾ അതടക്കമുള്ള ഈ വീടിൻ്റെ പേരിൽ ഇവിടെ താമസം തുടരുന്ന ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ എന്താണ് ഇതിൽ അസ്വാഭാവികത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശരിയാണ്, ഞാൻ പാർലമെൻറ്റിന് വോട്ട് ചെയ്തത് 2024 പാർലമെൻറ്റിന് വോട്ട് ചെയ്ത് ഒറ്റപ്പാലത്താണ്. സൗമ്യയും വോട്ട് ചെയ്തത് ഒറ്റപ്പാലത്ത് തന്നെയാണ്. അത് ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്ന് വോട്ട് ചെയ്ത് പോയ ഒരാളാണ് സൗമ്യ. 2022-23 കാലഘട്ടത്തിലാണ് സൗമ്യ ഒരുപക്ഷെ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കാലം ഇവിടെ മുകളിൽ താമസിച്ചത്. കാരണം സൗമ്യ അവൈറ്റിസ് ആശുപത്രിയിൽ ഷാർജയിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള 11 മാസത്തിൽ കൂടുതൽ, ഏകദേശം 1 വർഷത്തോളം കാലം അവൈറ്റിസ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് പോയി വന്നിരുന്ന ഒരാളും കൂടിയായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സ്ഥിരതാമസാവകാശമുള്ള ഞങ്ങളുടെ കൈവശമുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഒരു വോട്ടിന് അപേക്ഷിച്ച് ആ വോട്ടർ ഐ ഡി കാർഡായി തപാലിൽ അയച്ചു കിട്ടിയ എൻ്റെ വോട്ടർ ഐ ഡി കാർഡാണിത്. എൻ്റെ അഡ്രസ്സിൽ വന്നിരിക്കുന്നത് ഇതിലുണ്ട്. ചിന്താനഗർ പാലക്കാട്, വീട്ടു നമ്പറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്.
അപ്പോൾ ഇതിലെവിടെയാണ് അസ്വാഭാവികത എന്ന് ഇനി വെളിവാക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്.